കഴിഞ്ഞ രാത്രിയിൽ തൃശൂർ കുന്നംകുളത്തെ നടുക്കിയ സംഭവമാണ് വീട്ടമ്മയുടെ കൊലപാതകം. കുന്നംകുളം സ്വദേശിനി സിന്ധുവിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിന്ധുവിന്റെ സഹോദരി ഭർത്താവ് കണ്ണനാണ് കൊലയാളിയെന്നറിഞ്ഞപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും നടുങ്ങി. വീടിന് സമീപത്ത് പതിയിരുന്ന പ്രതി സിന്ധുവിന്റെ ഭർത്താവ് കടയിലേക്ക് പോയപ്പോൾ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം സിന്ധുവിന്റെ കഴുത്തിലെ 6 പവന്റെ മാലയും 6 വളകളും പ്രതി കവർന്നു. ഇയാളുടെ ലക്ഷ്യം കവർച്ച മാത്രമായിരുന്നു, അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്നോ? സംഭവം നടന്ന വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതിക്ക് നേരെ നാട്ടുകാരുടെ ആക്രമണമുണ്ടായി. തിങ്കളാഴ്ച രാത്രി 8ഓടെയാണ് കൊലപാതകം പുറത്തറിയുന്നത്. ഭർത്താവ് മണികണ്ഠനും സിന്ധുവുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മണികണ്ഠൻ വീട്ടിൽ നിന്ന് പുറത്തുപോയ സമയത്തായിരുന്നു കൊലപാതകം. വീട്ടിൽ തിരിച്ചെത്തിയ ഭർത്താവാണ് സിന്ധു കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. വെട്ടേറ്റ് കഴുത്തറ്റുപോയ നിലയിലായിരുന്നു. സിന്ധു ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മുതുവറ സ്വദേശി കണ്ണനെ ചീരംകുളത്ത് നിന്ന് പിടികൂടിയത്. ഇയാളുടെ കയ്യിൽ നിന്ന് കൊല്ലപ്പെട്ട സിന്ധുവിന്റെ ആഭരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. കൊലപാതകം ആസൂത്രിതമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആയുധവുമായി ഓട്ടോറിക്ഷയിൽ ഇവിടെയെത്തിയ പ്രതി വീടിന് സമീപം ഒളിച്ചിരിക്കുകയായിരുന്നു. മണികണ്ഠൻ പുറത്തുപോയ തക്കം നോക്കിയാണ് വീട്ടിലെത്തി സിന്ധുവിനെ കൊലപ്പെടുത്തി സ്വർണം കവർന്നത്. സിന്ധുവിന്റെ കഴുത്തിലെ 6 പവന്റെ മാലയും 6 വളകളുമാണ് പ്രതി കവർന്നത്. തെളിവെടുപ്പിനെത്തിച്ച പ്രതിക്ക് നേരെ നാട്ടുകാരുടെ മർദ്ദനശ്രമമുണ്ടായി. 30ഓളം പോലീസുകാർ കൂടെയുണ്ടായിരുന്നെങ്കിലും രോഷാകുലരായ നാട്ടുകാർ പ്രതിയെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. പ്രതിക്ക് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. പണം കണ്ടെത്താനായിരുന്നു കൊലപാതകമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തൃശൂർ.